നീ ഇല്ലാത്ത ഓരോന്നും പറഞ്ഞ് തന്നെ എന്റെ പടം ഇല്ലാണ്ടാക്കുവോ? ഇല്ലെങ്കിൽ വരുന്ന പടങ്ങൾ വരുന്ന അത് കുറച്ച് പടങ്ങൾ നിനക്കൊക്കെ പ്രീതിമാസനം പറയിപ്പിക്കാനായിട്ടെന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോ ഞാൻ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടർ ആയിരിക്കണം, ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം, അവന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചിലപ്പോ ഞാനായിരിക്കും. അപ്പൊ അവനെ എന്നെ വിളിക്കുന്ന സമയത്ത് അവനൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഞാൻ വിചാരിക്കും കിട്ടട്ടെ, സെലിബ്രിറ്റി ആയിരിക്കുന്നോ, ആ തിരിച്ചറിവൊന്നും ഇല്ലാതെ. എനിക്ക് തിരിച്ചറിവ് ഉണ്ടാകാത്തതിന്റെ കാര്യം ആക്ഷൻ പറയുമ്പോഴും പച്ചക്കറി തിരിച്ചറിവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ട്രെയിലറിന്റെ താഴെ നല്ലത് പറയുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു മോശം പറയാൻ കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് ആ പടത്തോടെ അവസാനിച്ചു. അങ്ങനെ ഞാനിപ്പോ ഒന്നാ പിന്നെ ഒന്ന് കളിച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചെന്ന് വെച്ചോ, ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാ. അങ്ങനെ ഞാൻ വിചാരിച്ച എന്തിന് നീയാണ് അപ്പൊ പലരോടും പോയി പറയുന്നത് ഞാൻ തിരക്കാണ്. തിരക്കുണ്ടെങ്കിൽ നമ്മൾ കുത്തി കയറ്റും. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോ എനിക്ക് തമിഴിൽ നിന്ന് 2 പരിപാടിയൊക്കെ വന്നു. പക്ഷെ ഇവിടുത്തെ തിരക്കാണ്. എന്റെ അടുക്കള നിന്നോട്ടോ, ഞാനോട്ടാണ് ഇനി പൈലറ്റൂടെ ഉള്ളു ചെയ്യാൻ. ഞാൻ അടുക്കള പുറത്തിറങ്ങിട്ടെ ഏതൊരു ജഡ്ജിയുടെ ചേർത്ത് ചെയ്തു. പിന്നെ മക്കളുടെ പുറകെ അല്ലേ അമ്മ ഉണ്ടാവും. അതും ജീവിതം എല്ലാം കണക്ട് ചെയ്ത് മക്കളെ പുറകെയല്ലേ അമ്മയുണ്ടാവും. ഇതെല്ലാം കാലത്തിന്റെ മാറ്റമാണല്ലോ, ടെക്നോളജി ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഒരു രീതിയിലും പ്രതികരിക്കാനോ ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഇനി നെക്സ്റ്റ് ലെവൽ സാധനങ്ങൾ വരും. ചിലപ്പോ ഫോണിനകത്തോടെയൊക്കെ പോവാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ ഇൻട്രൊഡ്യൂസിംഗ് ദ ആക്ടർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ധ്യാൻ ചേട്ടൻ എന്ത് ടൈറ്റിൽ കൊടുക്കും? ഫാമിലി സ്റ്റാർ അല്ലേ? ഫാമിലി സ്റ്റാർ അല്ലേ? അതെ അതേടാ. സത്യൻ സാറ് അങ്ങനെ കുറെ ഇപ്പൊ നമ്മുടെ മമ്മൂക്കാലേട്ടൻ അവരൊക്കെ നിൽക്കുമല്ലേ. അടുത്തതാണ്ടേ അവിടത്തേക്ക് വെയിറ്റ് ചെയ്യുവാ ഞങ്ങൾ. അവിടെ ഒരു വരൂ ഞങ്ങൾ മീൻസ് ഞാൻ ഇങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ വയസ്സായിട്ടുണ്ടാവും. അപ്പൊ കവിയൂർ പൊന്നമ്മ ചേച്ചിയെ പോലെ ആരെങ്കിലും വേണ്ടേ? ഉണ്ണീന്ന് വിളിക്കാൻ വിളിക്കുമ്പോ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് എംപി. ഇന്ന് 3 അതിഥികൾ നമ്മൾ ഐഡിയ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ. നമസ്കാരം. അതിഥികൾ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ഇതിന് മുന്നേ ഇങ്ങനെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ? ആദ്യത്തെ പരിപാടി ഉദ്ഘാടനം ചേട്ടന്റെ അടുത്ത് തന്നെ, രാശിയുള്ള അടുത്ത് തന്നെ തുടങ്ങണമെന്നാ പറയാറുണ്ട്. ചായ് ടോക്സ് വിത്ത് എംപി ഇപ്പിട്ടാണോ പേര്? പിന്നെ ചായ ഇട്ടതുകൊണ്ട് കറക്റ്റ് ഇല്ലേ? ഒരു പരിപാടിന്റെ തുടക്കമാണല്ലേ ഇന്നത്തെ ദിവസത്തെ അവസാനം ഒരു പരിപാടിയുടെ തുടക്കം. കറക്റ്റ് ഐശ്വര്യമുള്ളവർ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വെച്ചിട്ട് കേട്ടാണല്ലോ. പൊതുവെ നമ്മുടെ ഓൺലൈൻ മീഡിയയിലെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു മുഖം ഉണ്ടെങ്കിൽ ധ്യാൻ ചേട്ടനാണ് പറയുന്നത്. ഐശ്വര്യമുള്ള മുഖം അല്ലേ? സുനിചേച്ചി കറക്റ്റ് അല്ലേ പറഞ്ഞത്? അതാണ് ആ ഒരു കോംബോ പറയുമ്പോ തന്നെ ധ്യാനൂട്ടന്റെ സ്മിനി ചേച്ചിയുടെ ധ്യാനൂട്ടൻ ശരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ശരിക്കും അങ്ങനെ ടോക്ക് ഉണ്ട്. ശരി അങ്ങനെ കണ്ടായിരുന്നോ? ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എന്തിനാ അറിയുന്നുള്ള പറഞ്ഞിട്ട് നമുക്ക് വലിയ പ്രത്യേകിച്ചല്ലേ. ശരിക്കും നമ്മുടെ പുതിയ പടം ഐഡിയ അല്ലേ? ഐഡിയ ചെയ്ത ഫേക്ക്. ശരിക്കും നമ്മൾ ഡയറക്ടർ എടുത്ത് നിന്നുണ്ടോ, സംവിധായകനാണല്ലോ ഇതിന്റെയൊക്കെ ഇത്. ശരിക്കും എന്താണ് ഐഡിയ ചെയ്ത ഫേക്ക്? ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി അവരുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇത് പക്ഷേ അതല്ല കാണിക്കുന്നത്. ശരിക്കും സോഷ്യൽ മീഡിയയിലെ ബിസിനസ്സുകൾ, അതായത് അഡൽട്ടായിട്ടുള്ള പല ആപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ അകപ്പെട്ടു പോകുന്ന ഒരു വിഷയം, അതിൽ ഭാര്യ അറിയാതെ ഹസ്ബൻഡ് അതിനെ നേരിടുന്നതും അതിന് വേണ്ടി പോരാടുന്നതും ആ വ്യക്തിയെ കണ്ടെത്തുന്നതുമാണ് ഇതിന് പ്രമേയം. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. സസ്പെൻസ് ആയ ഒരു ക്ലൈമാക്സ് രീതിയുടെ ഒരു സിനിമയിൽ ഞാൻ ഇതുവരെ ഇങ്ങനൊരു ക്ലൈമാക്സ് വന്നിട്ടില്ല. അതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്ങനെയാണ് ധ്യാൻ ചേട്ടനെ കൺവിൻസ് ചെയ്തത്? അതാണ് എന്നെ കൺവിൻസ് ചെയ്യുന്നില്ലേ ഈ ലോകത്ത് ഏറ്റവും എളുപ്പം. അല്ല
അല്ല നോർമലി പറയാറുണ്ട് ധ്യാൻ ചേട്ടൻ മുട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. സത്യം ഞാൻ രണ്ടു നേരം ഫ്രണ്ട്സ് കഥ പറയട്ടെ ധ്യാൻ ചേട്ടനായിട്ട് കഥ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ധ്യാൻ ചേട്ടൻ തിരക്കാണ്, ഫുൾ ബിസിയാണ് മനുഷ്യൻ, വെറുതെ നീ ഡിസ്റ്റർബ് നീ ചെയ്യാൻ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് തന്നെ എന്റെ പടം ഇല്ലാണ്ടാക്കുവോ? ഇല്ലെങ്കിൽ വരുന്ന പടങ്ങൾ വരുന്നത് അത് കുറഞ്ഞ കുറച്ച് പടങ്ങൾ ഇവനാണ് അപ്പം പറഞ്ഞുണ്ടാക്കുന്നില്ല. എന്റെ എണ്ണം കുറെ എനിക്ക് റെക്കോർഡിന് വേണ്ടി ട്രൈ എല്ലാ വെള്ളിയാഴ്ച നോക്കിയാൽ ധ്യാൻ ചേട്ടന്റെ ഒരു പടം തിയേറ്ററിൽ ഇല്ല. പക്ഷെ സാധാരണ ഞാനിപ്പം ബാക്കപ്പ് വെക്കുന്നത് വെച്ചാൽ 10-15 ബാക്കപ്പ് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് 2020 എനിക്കും കുറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറഞ്ഞു. നീയാണ് ഇപ്പൊ പലരോടും പോയി പറയുന്നത് ഞാൻ തിരക്കാണ്. നമ്മള് തിരക്കുണ്ടെങ്കിൽ നമ്മള് കുത്തി കയറ്റും. ഒരു കാര്യം കറക്റ്റ്, തിരക്കാണ്, പക്ഷെ നമ്മൾ സമയം കണ്ടെത്തും. നിങ്ങളെ രണ്ടുപേരും കാണുമ്പോൾ ഭയങ്കര രസമാണ്. നടന്നു വരുന്ന ഞങ്ങളൊരു അമ്മ മകൻ നടന്നൊരു ഭയങ്കര ഫണ്ണായിട്ടൊരു കോംബോ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സ്ക്രീനിൽ ഇതുവരെ ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ ആ ഒരു കോംബോ, തോന്നിയിട്ടുണ്ടോ? അതിപ്പോ നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളെല്ലാരും കോംബോ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. അല്ല ഈ ഒരു കോംബോ എന്റെ ഒരു ആഗ്രഹം ഈ ഒരു കോംബോ പറഞ്ഞ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആളുമായിട്ട് ഇപ്പൊ എനിക്ക് എന്നോട് അജുവായിട്ടൊരു കോംബോ വേണോ അല്ലെങ്കിൽ ഇതായിട്ട് വേണോ എന്നൊക്കെ എനിക്ക് നമുക്ക് മടുത്തു. നമ്മളൊരാളെ കണ്ട് തീർച്ചയായിട്ടും നമ്മള് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ വീണ്ടും സ്ക്രീനിങ്ങിന് ഷെയർ ചെയ്യുന്നത് രസമില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്നാലും കുറച്ച് നമുക്കൊരു കൗതുകമൊന്നുമില്ലല്ലോ അതിനകത്ത്. അപ്പൊ ചില സമയത്ത് നമുക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം നല്ല കോംബോ എനിക്കല്ല, ഇവിടെ എങ്ങനെ ഒരു അമ്മോകനാണോ, ഒരു പക്ക വൈബായിട്ടുള്ള അമ്മയാവണമെന്നാണോ? അച്ഛൻ്റെ അമ്മ പോലെ, അതുപോലെ അമ്മയും അതൊരു കോംബോ ഇല്ല. കോംബോ അങ്ങനെ ഒരു അടിപൊളി കോംബോ വരണം ഭയങ്കര ആഗ്രഹം. തീർച്ചയായും സംവിധായകരുണ്ടെങ്കിൽ ആ കോംബോ വർക്കൗട്ട് ഞാനെ വിളിക്കുമായിരിക്കും, പക്ഷെ അമ്മ വേറെ ആയിരിക്കും. സമ്മതിക്കല്ലേ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മുടെ കരിയോഗ്രാഫി ഇങ്ങനെ എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടനോടൊപ്പം മത്സരിക്കുന്ന ഒരു ആക്ടർ ചേച്ചിയാണ്. എന്റെ അടുക്കള നിന്നോട്ടോ, ധ്യാനോട്ടാണ് ഇനി പൈലറ്റ് കൂടെ ഉള്ളു ചെയ്യാൻ. ഞാൻ അടുക്കളന്ന് പുറത്തിറങ്ങിട്ട് ഏതൊരു ജഡ്ജിയുടെ ചേർന്ന് ചെയ്തു. കളക്ടറും അല്ല ഞാൻ വെള്ളിയാഴ്ചകളിൽ ധ്യാൻ ചേട്ടൻ ഇങ്ങനെ മുന്നേറി പോകണേ തൊട്ട് പുറകെ എല്ലാ വെള്ളിയാഴ്ചകളും പിന്നെ മക്കളുടെ പുറകെ അല്ലേ അമ്മ ഉണ്ടാവും. ഓ അതും ജീവിതം എല്ലാവരും കണക്ട് ചെയ്തു. മക്കളെ പുറകെയല്ലേ അമ്മ ഉണ്ടാവും. ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ കരിയറിൽ അങ്ങനെ പിടിച്ചിരിക്കുക എന്ന് വലിയൊരു കാര്യമാണ്. ഒരു ആക്ടർ ചേച്ചി തുടങ്ങിയ പോയിന്റിൽ നിന്ന് ഇന്നിപ്പോ വന്ന് നിൽക്കുന്ന പോയിന്റ് വരെ നോക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ അത്രയായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നും ഡിഫറെന്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകൾ ഞാൻ പറയാറുണ്ട്. അല്ല എന്നോട് കുറെ ഡയറക്ടർമാര് ചില സിനിമകൾ വന്നിട്ട് ചേച്ചി ഇനി അമ്മ വേഷങ്ങൾ ചെയ്യട്ടെ, ഞങ്ങളുടെ സിനിമയിൽ ഈ ഒരു കഥാപാത്രം ഒരു എക്സാമ്പിൾ മാത്രം തരാൻ വേണ്ടി ഉണ്ട്. ആ സിനിമ എന്ന് തുടങ്ങും എപ്പോഴാ എന്നോ നമുക്കറിയില്ല കഥാപാത്രം. പക്ഷെ നമുക്ക് കിട്ടുന്നത് നല്ല ഡയറക്ടറോടെ ആയിരിക്കാം, അല്ലെങ്കിൽ നടന്മാരുടെ അമ്മമാരായിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും അവസരങ്ങൾ നമ്മൾ തേടി വരത്തൊന്നുമില്ല. നമുക്ക് ചില സമയങ്ങളിൽ ചില ഹാമ്യമൂല ഓട്ടത്തിലെ പോലെ ഞാൻ എങ്ങനെയോ സിനിമയിലെത്തി ശ്രീനേട്ടൻ കാരണമെന്ന് തന്നെ ഞാൻ എപ്പോഴും പറയും. അപ്പം അങ്ങനെ എത്തിയ ഒരാൾക്ക് ചൂസ് ചെയ്യേണ്ട ഇതില്ല, കിട്ടുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരിക, എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ. ഇപ്പം ഇത് പറഞ്ഞല്ലോ, ഒരു അന്വേഷണത്തിന് തുടക്കം ഒരു 3 മിനിറ്റ് പോലും ഇല്ല, പക്ഷെ അതിൽ ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രത്തെ അതിനെ എത്രയും നല്ലതാക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം വന്നത് ഇപ്പം ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതലും ഈ അടുക്കള, അതിനകത്ത് പച്ചക്കറി മസ്റ്റാണ്. ജഡ്ജിയായിട്ടുള്ളതാണ് പച്ചക്കറി ഇല്ലാതെ ഞാൻ കണ്ടേക്കുന്നത്. അല്ല അതേ ഉള്ളൂ ഇല്ലാത്തത്, ബാക്കി പക്ഷെ അങ്ങനെ ഞാൻ വീട്ടിലൊരു ഒരു സീനോട് വെച്ചിട്ട് അപ്പം ഇനി അങ്ങനെ സെലക്ട് ചെയ്യാൻ മാത്രം ഞാൻ വളർന്നിട്ടുമില്ല. അല്ല മനെ എല്ലാവരും പറയുമ്പം ശരിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഓരോരുത്തരും ചോദിക്കും ചേച്ചി എന്നെ ടൈപ്പ് കാസ്റ്റ് ആവുന്ന ആ ഒരു, പക്ഷെ നമ്മള് എന്ന് വെച്ചിട്ട് ഇപ്പം ഇവിടുത്തെ കവിയൂർ പൊന്നമ്മ ചേച്ചി അല്ലെങ്കിൽ ഇവർക്ക് വർഷങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് അമ്മ ലളിത അമ്മ, സുകുമാരി അമ്മ, അത് എളുപ്പമുള്ള ഒരേ തരം റോളുകളാണെങ്കിലും അതേ റോളുകൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ശരിക്കും ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിലെന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവന്നില്ലെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് ഭയങ്കര വിരസത ഉണ്ടാവില്ലേ, മടുപ്പ് വരില്ലേ. പ്രത്യേകിച്ച് ഒരേപോലത്തെ കഥാപാത്രം ചെയ്യുമ്പോഴാണ് ചെയ്യുന്ന ആൾക്കും മടുപ്പുണ്ടാവും, കാണുന്നവർക്കും മടുപ്പുണ്ടാവും. അത് ഇത്രയും കാലം അങ്ങനെ പിടിച്ചു ദൈവഭാഗ്യം. അത് ഞാനും അതിനെ പറഞ്ഞു, ദൈവഭാഗ്യം തന്നെ. ഓരോ സമയം ദൈവം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടെത്തോ, നമ്മളൊന്നും തേടി. ചിലവർ ഈ പറഞ്ഞ പോലെ പോലീസ് ചെയ്ത് പക്ഷെ അങ്ങനെ കൺവിൻസിങ് ആയിട്ട് കാലങ്ങളായിട്ട് പോലീസ് ചെയ്യാന്ന് പറയുന്നത് അത്ര പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ
കറക്റ്റ് വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഇഷ്ടം പോലെ, ഒരാളല്ലെങ്കിൽ മറ്റൊരാളുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചൂസ് ചെയ്യാറായിട്ടില്ല. ഒന്നുമില്ല, ഉള്ളത് കിട്ടുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഉള്ള അമ്മമാരിൽ ഇപ്പൊ ഓരോ കാലത്ത് കുറച്ച് അമ്മമാരുണ്ടാവുമല്ലോ, അമ്മ കഥാപാത്രങ്ങൾ ചെയ്യുന്ന, അങ്ങനെയുള്ള അമ്മ കഥാപാത്രം ഫസ്റ്റ് ഓർമ്മ വരുന്ന മുഖം തീർച്ചയായിട്ടും അതിൽ വരുന്ന ടോപ്പ് 5 അമ്മമാരിൽ ടോപ്പ് 1 അമ്മ ആയിരിക്കും അല്ലേ? ഇതല്ല എനിക്ക് കിട്ടുന്ന അല്ലേ? തീർച്ചയായും പ്രഷറിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കഥാപാത്രം നിൽക്കുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഫേക്ക് ഐഡിയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണല്ലോ. ധ്യാൻ ചേട്ടൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ ഫേക്ക് ഐഡീസ് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? ഇല്ല, ഞാൻ പൊതുവെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം പൊതുവെ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ടും ഇടക്ക് കയറി ഇതാക്കും. ഒരാഴ്ച, ഞാൻ പറഞ്ഞ ഒരാഴ്ച കൂടുതൽ. ഇപ്പം ഞാൻ 6-7 മാസമായിട്ട് 1 വർഷത്തോളമായിട്ട് ഇൻസ്റ്റ ഫേസ്ബുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ 5 വർഷത്തിനിടയിൽ കുറച്ച് സമയം വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും, പിന്നെ തിരിച്ചെന്തെങ്കിലും ലോഗിൻ ചെയ്യും, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പം അങ്ങനെയുള്ള ചുരുങ്ങിയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് പണ്ടറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള അവരുടെ വിശേഷങ്ങളും, കാരണം ഞാൻ പല സുഹൃത്തുക്കളായിട്ടൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് സംസാരിക്കാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കുക, അല്ലെങ്കിൽ ഞാൻ പൊതുവെ വേറെ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യുന്നത് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ തുറന്നിട്ട് വർഷങ്ങളായി. ഇൻസ്റ്റ എനിക്ക് തോന്നുന്നു ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു സാധനം. ചുമ്മാതല്ല, ഞാൻ നമ്മൾ ആ ഫോട്ടോ ഇട്ടിട്ട് കൊളാബ് ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഓർത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനതിനെ വലിയ രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പത്തെ നമുക്ക് ഇങ്ങനത്തെ അരുൺ പറഞ്ഞ കഥകളും പരിപാടികളൊക്കെ പലരും പറഞ്ഞിട്ട് അറിയാം. ഈ പറഞ്ഞ ഓൺലൈനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തയിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടൊക്കെ അറിയാമെന്നല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ ഫേക്ക് അടിയുന്ന മെസ്സേജ് വരുമോ അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ തെറി വിളിക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമുള്ളതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന, അവർക്കും അറിയാം വിളിച്ചിട്ട് എനിക്ക് ഇവനെ വിളിച്ചിട്ടൊരു കാര്യം. അപ്പൊ അങ്ങനത്തെ മാറിയില്ലേ? ഇപ്പൊ ട്രാക്ക് ഒക്കെ മാറിയിട്ട് ഇപ്പം വലിയൊരു സ്റ്റാർ ലെവലിലേക്ക് ഒന്ന് കാണാൻ തുടങ്ങിയില്ലേ? അങ്ങനെ ഇവിടെ അങ്ങനെ എനിക്കൊന്നുമില്ല, അങ്ങനെ ആരും തന്നെ ഇവിടെ ഒരു ലെവലിലെത്തിയത്. എല്ലാ കാലത്തും എല്ലാവർക്കും തെറിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ തെറി വിളിക്കുന്നോണ്ട് അവരിപ്പോ അവര് വലിയ മഹാന്മാരൊന്നുമല്ലല്ലോ വിളിക്കുന്നത്, മഹാന്മാരും അല്ല മഹാന്മാരൊന്നുമല്ലല്ലോ വിളിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു ജോലിയില്ലാത്ത ഇപ്പൊ എന്നോട് ഞാൻ ചില മെസ്സേജിന്റെ താഴെ ചില പോസ്റ്ററിന് താഴെയൊക്കെ കാണുന്നുണ്ട്, നിനക്കൊക്കെ പേരിമാസനം പറയിപ്പിക്കാനായിട്ടെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടർ ആയിരിക്കണം, ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ അവൻ വീട്ടില് സത്യം പറഞ്ഞാൽ അവര് വീട്ടിൽ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനും ടോർച്ചറും അവർക്ക് ഇത് തന്നെ ആയിരിക്കും അവനെ പറ്റി ഇവൻ വീട്ടിലെ നാട്ടിലൊക്കെ പറയുന്നുണ്ടാവുക, പറയിപ്പിക്കാനായിട്ട് നടക്കുന്നത്. അതിന് എന്നിൽ അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പൊ അവനെ എന്നെ വിളിക്കുന്ന സമയത്ത് അവനൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും കിട്ടട്ടെ, അവന് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവനൊരു സന്തോഷം ഉണ്ടാവട്ടെ. അത് നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലെവലെത്തി എന്താന്ന് തോന്നിപ്പോ. അത് ഞാൻ ഞെട്ടിപ്പോയത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ട്രെയിലറിന്റെ താഴെ നല്ലത് പറയുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു മോശം പറയാൻ കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് ആ പടത്തോടെ അവസാനിച്ചു. ഒറ്റ സിനിമ. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പക്ഷെ വിനീതേട്ടനെ എടുത്താലും ധ്യാൻ ചേട്ടനെ എടുത്താലും കുറച്ചുകൂടെ ബുദ്ധി കൂടുതൽ ധ്യാൻ ചേട്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അല്ലല്ല, കാരണം എനിക്ക് വിനീതിന്റെ പടത്തിൽ പോയി ഉള്ള ചാൻസ് കൂടെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഈ ഒരു ചോദ്യം കൊണ്ട് അതും പോയി. അല്ലല്ല, കാരണം എന്താ വെച്ചാൽ വളരെ സ്മാർട്ടായിട്ട് കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും. ഇപ്പൊ ഇതിലിപ്പോ കളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇതായിട്ടുള്ള കാര്യമൊന്നുമില്ല, നമ്മൾ വെറുതെ പ്ലാൻ ചെയ്ത് കളിക്കുക. അങ്ങനെ ഞാനിപ്പോ ഒന്നാ പിന്നെ ഒന്ന് കളിച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചെന്ന് വെച്ചോ, ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാ അങ്ങനെ വിചാരിച്ച് എന്തിന് അതൊരു ബാധ്യതയല്ലേ. ഞാനിപ്പോ ഞാൻ സഞ്ജുവിനെ കണ്ടപ്പോ സഞ്ജു 1000 rupees കഴിഞ്ഞ് നിൽക്കുന്നു. സഞ്ജുന് ഭയങ്കര, ഞാൻ ഫസ്റ്റ് അവനെ വിളിച്ചിട്ട് ഞാൻ അവനെ മാറ്റി നിർത്തി പറഞ്ഞടാ, കുറേ പേര് നിന്റെ അടുത്ത് വിളിച്ച് നല്ലത് പറയും, ഇനിയിപ്പോ ചൂസ് ചെയ്യണം, ഒരിക്കലും നീ കേൾക്കരുത്, നീ അങ്ങനെ ചെയ്തത് നല്ലത് പറയുന്നവന്മാരെ വേണം അടുപ്പിക്കരുതെന്ന്.
അത്ര നല്ലത് പറയുന്ന ആൾക്കാരാണ്. ഞാനേ നീ വർഷാക്കേഷൻ കഴിഞ്ഞു ഇനിയിപ്പം ഇതേ നോക്കി നല്ല പരിപാടി മാത്രം. സക്സസ് ആണ് ഏറ്റവും വലിയ ബാഗേജ്. ഓക്കെ, നമ്മൾ ഒരു ഹിറ്റ് അടിച്ചു എന്ന് വെച്ചിട്ട് എന്നെ പോലെ ആവാനും പാടില്ല. ഞാൻ വേറെ കാര്യം അല്ലല്ല ഞാൻ പറഞ്ഞ അയ്യോ അങ്ങനെയല്ല പറഞ്ഞല്ല ഞാൻ പറഞ്ഞ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ വെച്ചാ ഇതിനൊരു ബാലൻസ് ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ വിജയിക്കുകയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ 2 ഫ്ലോപ്പ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളൊക്കെ വട്ടായി പോകും. വട്ടായി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർഡ് ആയി പോകും. എല്ലാം സക്സസ് അയ്യോ ഇനി ഉറക്കമില്ലാതെ തന്നെ വരും. പിറ്റേ ദിവസം ഇത് ഓടൂല്ലോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ എൻ്റെ സിനിമയിൽ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നതിൻ്റെ സമയത്തായിക്കോട്ടെ, ഇപ്പം തുടങ്ങാൻ പോകുന്ന സിനിമകളായിക്കോട്ടെ, പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമകളായിക്കോട്ടെ, അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ബാഗേജ് ഞാൻ ഇന്നേ വരെ ക്യാരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് ക്യാരി ചെയ്യാത്തടത്തോളം നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ട് കളിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ വളരെ റൂട്ടഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾക്കങ്ങനെ ഇവിടെ വലിയൊരു സക്സസ് ഉണ്ടായതുകൊണ്ട് അതൊന്നും നിലനിൽക്കില്ല ഈ പറഞ്ഞ സാധനം. ഇത് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് ഭയങ്കര മെനക്കേടും കൂടെ ഉണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ വളരെ പ്ലാനിങ്ങോടുകൂടി കരിയർ കൊണ്ടുപോയി നമ്മൾ വളരെ ഫിൽട്ടർ ചെയ്ത് സിനിമ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഡിസിഷനൊക്കെ എടുത്ത് പോകുന്നവർക്ക് ഓക്കെ. പക്ഷെ ഇവിടെ എനിക്കത് എത്രത്തോളം മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലാണ്. നമ്മളൊരു ഹിറ്റ് അടിച്ചു, പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു, നമ്മൾ നോക്കിയും കണ്ടും സിനിമ ചെയ്ത് അത് അഥവാ വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ തകർന്നു പോകും ചിലപ്പോൾ. അപ്പം അത്തരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് എനിക്ക് ആക്ടിങ്ങിനോട് ഒരു കരിയർ പ്ലാൻ ഇല്ലാത്തടത്തോളം ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിലൊക്കെ പലതും ബന്ധം, സൗഹൃദം, ഒരു സിനിമാ സെറ്റിൽ നിന്നുണ്ടാവുന്ന ഒരു സുഹൃത്ത് വീണ്ടും അവനൊരു സിനിമ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രിൻസിപ്പൽ ദിലീപേട്ടൻ്റെ പടം അങ്ങനെ വന്ന സിനിമയാണ്. മലയാളി എന്ന സമയത്ത് ഞാൻ ബിന്ദുവിനെ പരിചയപ്പെടുന്നു. ബിന്ദുവിൻ്റെ സിനിമയാണ് പ്രിൻസ് ആളിയെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്. ആളെ ഉണ്ടാവണം എൻ്റെ ആഗ്രഹം, അത് ചെയ്യുന്നു. അത് ദിലീപേട്ടനോ ലിസ്റ്റിനുമായിട്ടുള്ള ബന്ധമേ ഇല്ല, എനിക്ക് ആ ഡയറക്ടറായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അവൻ അസോസിയേറ്റ് ആയിട്ടുള്ള സിനിമ അവൻ്റെ സിനിമ. അതേ ബബ്ബയും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ അവൻ ധ്യാൻചേട്ടൻ പടത്തിൽ എൻ്റെ പടത്തിൽ ഉണ്ടാവണം. അതൊക്കെ അവരുടെ പേഴ്സണൽ, നമ്മൾ അവരുടെ സിനിമയിൽ ഭാഗമാണെന്നുള്ള നമ്മളോടുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് എന്നെ പലപ്പോഴും എനിക്ക് സിനിമകൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. ഞാൻ സ്മാർട്ടായിട്ട് കളിച്ചത് കൊണ്ടോ അല്ലൊന്നുമില്ല. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട്, നമ്മൾ വളരെ ജെന്യൂനായിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട്. അവർ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളും കൂടെ ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ അടുത്ത ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നടിമാരും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം സിനിമകൾ ആഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ സിനിമകൾ വിളിക്കണം. ഞാൻ എഴുതിയ 2 സിനിമകളിലും ഇപ്പം അഭിനയിച്ചിട്ടുണ്ട്, ലാസ്റ്റ് എഴുതി. അതല്ലാതെ മല്ലിക ആൻറ്റി എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, എടുത്ത് പറയാൻ പറ്റും. ഇപ്പം അജു പോലും ചിലപ്പോൾ അതിൽ ഉൾപ്പെടില്ല. ബിക്കോസ് അജു എൻ്റെ അടുത്തറിയുന്ന സുഹൃത്താണ്. എന്നാൽ പോലും എനിക്ക് എൻ്റെ അടുത്ത സിനിമയിൽ അജു ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ചില ആക്ടേഴ്സ് നമ്മൾ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും സുഹൃത്തുക്കളുടെ ഇടയിൽ അവർ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ആലോചിക്കുന്ന അളിയ നീ പടത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവണം. അൽത്താഫ് എന്നെ ഫഹദിൻ്റെ ഓടും കുതിരയിൽ വിളിച്ചപ്പോഴും അളിയനൊരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമുക്കവിടെ കഥയോ ഇതൊന്നുമല്ല വിഷയം. നമ്മൾ അവരുമായിട്ട് കീപ്പ് ചെയ്യുന്ന ബന്ധവും സൗഹൃദവും ഇതൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസിൽ ജയസൂര്യ പറയുന്ന പോലെ സിനിമ എനിക്ക് സൗഹൃദം കൂടിയാണ്. അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ പലതും അങ്ങനെയുള്ള സുഹൃത്ത് വലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള സിനിമകളെ ഞാൻ ക്യാരക്ടർ നോക്കാറില്ല, ഇത് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. നേരെ അവരെ പോയിട്ട് സിനിമകളിൽ പോയിട്ട് ഞാൻ അബാമിൻ്റെ 3-4 സിനിമകൾ ചെയ്തു. അതിലെനിക്ക് കഥാപാത്രം അറിയില്ല, ഇതറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ എനിക്ക് ഷീല ചേച്ചിയായിട്ട് അബ്രാം ചേട്ടനായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം അവർ ഏത് സിനിമയാണെങ്കിലും അത് എന്താണെങ്കിലും ഞാൻ പോയിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു കരിയറിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ കളിച്ച് നമ്മൾ സ്മാർട്ടായി നമ്മൾ അങ്ങനെ വെച്ച് ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും സിനിമ ചെയ്യേണ്ട ആളോ അല്ല. ഞാൻ ഒരിക്കലും ചെയ്യുമല്ലോ. നേരത്തെ വളരെ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കളിക്കുകയാണ്. പക്ഷെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്, വേറെ രീതിയിലെന്ന് മാത്രം. അത് കളി വരുന്നുണ്ടെന്നല്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് തീരുമാനം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന നിർത്തണം, കുറക്കണം, ഇത് ചെയ്യണം. പക്ഷെ ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ കൂടിപ്പോയാലും പ്രശ്നമുള്ളൂ, ഒരുപാട് കൂടുതലും പ്രശ്നമുള്ളൂ. അപ്പം അത്തരത്തിലുള്ള എനിക്ക് അകറ്റി നിർത്താൻ പറ്റാത്തതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റെഫി മധുരമനോഹര മോഹം കഴിഞ്ഞപ്പോൾ മധുരമനോഹര മോഹത്തിൽ എന്നെ ഒരു ചെറിയൊരു പരിപാടിക്ക് വിളിച്ചിരുന്നു.
സ്റ്റെഫി എത്രയോ കാലത്തിന്. അപ്പം ഇന്നലെ എനിക്ക് ഇന്ന് 2 ദിവസം മുന്നേ അപ്പം വളരെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അടുത്തൊരു പരിപാടി ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ പടത്തിലെ കോസ്റ്റ്യൂമർ സ്റ്റെഫി ആയിരുന്നു. എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധം. നീ ഒരു പരിപാടി ചെയ്യണം, ഞാൻ ഒരു പരിപാടി പ്ലാൻ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ കഥ പോലെ എന്നോട് ഒന്ന് കഥ കേൾക്കണം, ഒന്ന് കഥ കേൾക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് കഥ കേൾക്കണ്ട, നീ എന്നോട് പറയരുത് കഥ. എനിക്ക് കഥ പറഞ്ഞാൽ നമ്മൾക്കിടയിൽ ഒരു ആക്ടർ ഡയറക്ടർ ബന്ധമായി പോകും. എനിക്കത് വേണ്ട. നീ ഡേറ്റ് പറയാൻ, ഞാൻ വരുക, നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ ഞാൻ ബന്ധം സൂക്ഷിക്കുന്ന കുറേ പേര് എനിക്ക് ഇൻഡസ്ട്രിക്ക് അകത്തും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പുറത്തുമായിട്ടുള്ള കുറേ പേരുണ്ട്. അതുള്ളിടത്തോളം എനിക്കൊന്നും എനിക്കൊരിക്കലും സിനിമയില്ലാതെ പോവില്ല. എപ്പോഴും സിനിമ ഉണ്ടാവും. മലയാള സിനിമകളിടത്തോളം കാലം ഞാൻ ഉണ്ടാവുന്നു, ഉറപ്പ്. മലയാളത്തിൽ മാത്രമല്ല ബാക്കി ലാംഗ്വേജിലും പിടിക്കാം അല്ലേ? വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തമിഴിൽ നിന്ന് 2 പരിപാടിയൊക്കെ വന്നു. പക്ഷെ ഇവിടുത്തെ തിരക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ ചെയ്യുന്ന കഥാപാത്രം ഇപ്പൊ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്നു, എന്നാലും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡിലായിട്ട് പക്ക ഒരു സീരിയൽ കില്ലർ അങ്ങനത്തെ ലെവലിലൊക്കെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഫിലിം മേക്കിങ്ങിലും ഞാൻ ഉണ്ടാക്കി വെച്ചല്ല, ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടാക്കി ആലോചിച്ച് വെച്ച കഥകൾ സിനിമയാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാവർക്കും നമ്മൾ സിനിമയിൽ വന്ന് സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിലിം മേക്കിങ്ങാണ്. അപ്പം ആദ്യ സിനിമ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ എനിക്ക് വിഷമങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ആദ്യ സിനിമ എനിക്ക് പ്രിയപ്പെട്ടതല്ല എന്നുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആദ്യ സിനിമ പ്രിയപ്പെട്ടതാണ്, പക്ഷെ എനിക്ക് അത് ഇഷ്ടമില്ലായ്മ. ടെക്നിക്കലി സ്വാഭാവികമായിട്ട് ഞാൻ അത്യാവശ്യം പടം ചെയ്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ നമ്മൾ പണിയറിയാതെ വരുന്നതല്ലല്ലോ. നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഇപ്പോൾ ജോമോനും റോബി കണ്ണൂർ സ്ക്വാഡ് ചെയ്ത് റോബിയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ സപ്പോർട്ട് ടീമൊക്കെ ഗംഭീര ടീമാണ്. പിന്നെ നമുക്കും പരിപാടി അറിയാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് പരിപാടി അറിയാം. ടെക്നീഷ്യന്മാർ ഇവിടെ എത്രയോ ഉണ്ട്, എത്രയോ പേരുണ്ട്. ഇവിടെ ഇല്ലാത്ത നല്ല റൈറ്റേഴ്സും നല്ല കഥകളും ഇതാണ് ഇവിടെ കുറഞ്ഞു പോകുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ കുറച്ച് സിനിമകളിലേ ഓടുന്നുള്ളൂ. അപ്പം ടെക്നീഷ്യന്മാരിന് ഒരു ദാരിദ്ര്യമില്ല ഇവിടെ. ഉഗ്രൻ DOPമാരുണ്ട്, ഉഗ്രൻ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ആവശ്യം നല്ല സബ്ജക്റ്റുകൾ. ഞാൻ ആദ്യം തന്നെ ഇതായപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാൻ തന്നെ എഴുതിയിട്ട് എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ആ സിനിമ വേറൊരാളുടെ ചിലവിൽ ചെയ്തു കഴിഞ്ഞാൽ അത് റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഞാനും അജുവും വിശാഖും കൂടെ ഒരു കമ്പനി തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ചിലവിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റാണ് ലവ് ആക്ഷൻ. അതിന് നഷ്ടമായിക്കോട്ടെ, അതിൻ്റെ ലാഭമായിക്കോട്ടെ, നമുക്കിടയിൽ അല്ലെങ്കിൽ നമ്മളെ വേറെ ആരോടും അതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സക്സസ് ആയിരുന്നു ആ സമയത്ത്, ഓണത്തിന് ഓടി. പക്ഷേ അതുപോലെ രണ്ടാമതൊരു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സിനിമയിൽ വരുമ്പോൾ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ മുന്നോട്ട് സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിന് സ്വാഭാവികമായിട്ടും എടുക്കുന്ന സമയം, ടൈം, അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു ഹിറ്റ് അടിച്ചാൽ പോലും അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1.5 വർഷം ഗ്യാപ്പ് വരും. അതിൻ്റെ പ്രിപ്പറേഷൻ, ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്. അപ്പം ഓൾട്ടർനേറ്റ് ഒരു കരിയർ ഓപ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അടുത്ത വർഷം പ്ലാൻ ഉണ്ട്. DS ആയിരിക്കില്ല, അത് വേറൊരു ഇതും കൂടെ വെച്ചിട്ടായിരിക്കും. DS എന്ന് വെച്ചാൽ ഇല്ല, ഞാൻ വേറൊരു പേരിലായിരിക്കും അത്. അപ്പോൾ അതിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഞാനൊരു 2-3 പടങ്ങൾ ലൈനപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തൊരു April May ഫസ്റ്റ് പടം അനൗൺസ് ചെയ്യും. സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. അതിലിപ്പോ ഞാൻ പറഞ്ഞ ഇത്തരത്തിലെ ബന്ധങ്ങളെ നമുക്ക് എത്ര ഇത് വെക്കലും ഒഴിവാക്കിയാലും നമ്മളെ കൂടെ തന്നെ കിട്ടുള്ളൂ. അതാണ് ഇത് മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. നാളെ എന്താ പറയണ്ടേ, നമ്മൾ ആ ബന്ധങ്ങൾ കൊണ്ട് നിൽക്കുന്നു. അപ്പൊ നമ്മളും ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണമല്ലോ തീർച്ചയായും. അപ്പൊ നാളത്തെ എന്താ അവസ്ഥ എന്നല്ല. ഇപ്പൊ ഞാൻ ചില സമയത്ത് കഴിഞ്ഞ ദിവസം അഭിലാഷിന്റെ ആനന്ദ് ശ്രീബാലയില് ഞാൻ ചെറിയൊരു അഭിലാഷ് ആളിയെ വിളിച്ചിട്ട് അളിയാ ചെറിയ പരിപാടി. അപ്പൊ എനിക്ക് പരിപാടി അറിയില്ല. രാവിലെ 2 ദിവസം മുന്നേ വിളിച്ചിട്ട് അളിയ ഫ്രീ ആണോ മറ്റന്നാളെന്ന് വെച്ചു. ഞാൻ അപ്പൊ എന്തോ ഞാൻ ഒരു ദിവസത്തേക്ക് വീട്ടിലേറ്റം വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെറിയ പരിപാടി വെച്ചിട്ടുണ്ട്, മറ്റന്നാൾ വെക്കട്ടെ. ഞാൻ ബാ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അവന്റെ കാറിൽ അഭിലാഷ് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. രാവിലെ അഭിനയിക്കുന്നു, തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. എന്നെ സംബന്ധിച്ചിടത്ത് ഷൂട്ടിംഗ് ആണ്. അപ്പൊ എനിക്ക് കഥ അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ പോയിട്ടാണ് ഞാൻ വിഷ്ണുവിനെ കാണുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ തിരിച്ചു വന്ന സമയത്ത്, ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അല്ലെ ഞാൻ ഇനി ഇറങ്ങി എന്ന് പരിപാടി പിടിക്കാം, പരിപാടി പ്രൊജക്റ്റുകൾ. കാരണം എന്നെ സംബന്ധിച്ച് അഭിലാഷ് എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്രയോ കാലങ്ങൾ തൊട്ടപ്പുറത്താ ഞങ്ങൾ താമസിച്ചത്, ഞങ്ങൾ അയൽവക്കാണ്. അങ്ങനെ പറഞ്ഞു അഭിലാഷ് ചോറ്റാനിക്കറിയാം. ഞാൻ അവിടെ നിന്ന് നമ്മളൊന്നും എത്തില്ല. എത്രയോ കാലങ്ങൾ നമ്മൾ ഇവിടെ അടുത്തുണ്ടായിരുന്നു, നമ്മൾ എത്രയോ വർഷങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതിൽ തന്നെ നമ്മൾ മാളികപ്പുറം അല്ലെങ്കിൽ 10ാം വളവ് ഇതിലൊക്കെയാണ് നമ്മൾ അഭിലാഷിനെ അറിയുന്നത്. അപ്പം എന്നോട് പറഞ്ഞു വെച്ചാൽ, നാളെ
ഞാൻ രാവിലെ തൊട്ട് അളിയൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമ എന്ന് വെച്ചാൽ എല്ലാ മിക്ക സിനിമാക്കാരുമായിട്ട്, കാരണം അടുത്ത കാലത്ത് വന്ന സെലിബ്രിറ്റി സ്ക്രീൻ പ്ലേ റൈറ്റർ, ഓക്കെ, എത്ര പേർക്ക് റൈറ്റേഴ്സിന്റെ മുഖം നമുക്കറിയാം. കാരണം പക്ഷെ അഭിലാഷ് അങ്ങനെയല്ല. അഭിലാഷ് എല്ലാവരുമായിട്ട് അഭിലാഷ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധം, ആക്ടേഴ്സുമായിട്ട് ആയിക്കോട്ടെ, അവരുമായിട്ടുള്ള അസോസിയേഷൻ, എല്ലാ ദിവസവും പണിയെടുക്കുന്നതാണ്. ഞാൻ എപ്പോഴും കാണുന്ന സമയത്ത് അതിന് ഒന്നുകിൽ ഹിന്ദിയിൽ അവിടെ ബോംബെയിൽ അവിടെ ഞാൻ ബോംബെയിൽ വിക്കി കൗശലിനെ കാണാൻ പോയത്. അപ്പം ഞാൻ വിക്കി കൗശലിനെ കാരണം ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് ഒരു ദിവസം പോലും വെറുതെ കളയരുത്. ആ ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, പടം ചെയ്യുക, ഉള്ള കയ്യിലുള്ള കഥകളൊക്കെ അളിയനങ്ങാട് ചെയ്തു പോകും. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കടുങ്കൈ പോലെ ഞാനത് ഇറങ്ങി പുറപ്പെടുക. നല്ല കഥകളാണ്, പക്ഷെ അങ്ങനെ വരുമ്പോൾ ആരും ഇല്ലെങ്കിൽ, എനിക്ക് ആരും ഇല്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ തീർന്നു വറ്റി. അങ്ങനെയുള്ള ഘട്ടത്തിൽ എനിക്ക് 2 പേരെ എനിക്ക് വിശ്വാസമുള്ളൂ. എനിക്ക് ഡേറ്റ് വരുന്നു, അതൊന്ന് ഉണ്ണിയും അളിയനാന്ന് പറഞ്ഞു. സി അതെന്ന് വെച്ചാൽ അത് ഞാനപ്പോൾ അളിയനോട് അഭിലാഷിനോട് തിരിച്ചും പറഞ്ഞു, ഞാൻ ഇതേപോലെ അളിയ ഇതേപോലെ പടങ്ങളൊക്കെ പടങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്തെങ്കിലും നശിച്ചു പോയിരുന്ന സമയത്ത് അളിയൻ ഇതേപോലെ വലിയ നിലയിലെത്തുവാണെങ്കിൽ എന്നെ വെച്ചൊരു പടം ചെയ്യാം, എന്താ അളിയ നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഇതുണ്ട്, ഈ ഒരു സാധനം ഉണ്ടായാൽ മതി. കാരണം എപ്പോഴും ആണെങ്കിൽ നമുക്ക് സിനിമയിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും, മാജിക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇന്നൊരു പടം പൊട്ടി നിൽക്കുന്നവൻ്റെ കയ്യിൽ നാളെ എപ്പോഴും ഫസ്റ്റ് പടം പൊട്ടി നിൽക്കുന്ന ചില ഡയറക്ടർമാരുടെ അടുത്ത് രണ്ടാമത് ചിലപ്പം നാളെ അയാളുടെ കയ്യിൽ വേറൊരു നല്ല കഥ കിട്ടുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പടം പൊട്ടിയത് കൊണ്ട് ഇവർക്ക് ഭയങ്കര എന്താ പറയണ്ടേ, പിന്നീട് ഒരു സെക്കൻഡ് പടം പുൾ ഓഫ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഗൗതമന്റെ രഥം എന്ന് പറഞ്ഞ പടം ചെയ്ത ആളാണ് വാഴ ചെയ്തത്, ആനന്ദ് അല്ലേ? അപ്പം ഗൗതമന്റെ രഥം നമ്മളാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. ഫണ്ടാസ്റ്റിക് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അജു എൻ്റെ അടുത്ത് അല്ല വിശാഖന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അപ്പം കഴിഞ്ഞ ദിവസം വിപിന് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ, വിപിൻ ഇങ്ങനെ കുറച്ച് ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ച് ഡയറക്ടേഴ്സിനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പൊട്ടൻഷ്യലുള്ള ചിലപ്പോൾ അവരുടെ ഫേറ്റ് കൊണ്ട് ആ സിനിമ ചിലപ്പോൾ അന്ന് ഭയങ്കര റീച്ച് കിട്ടാതെ പോവുകയും എന്നുവെച്ചാൽ പറഞ്ഞാൽ മോശം സിനിമയായിട്ടല്ല, പക്ഷെ അന്നത്തെ ചിലപ്പോൾ റിലീസിന്റെ ആയിരിക്കാം, റോങ് റിലീസിന്റെ ആയിരിക്കാം, സിനിമ റീച്ച് കിട്ടാതെ പോവുകയും പക്ഷേ പൊട്ടൻഷ്യലുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്കൊരിക്കലും രണ്ടാമത്തെ പടം ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും പിന്നെയും വീണ്ടും. കാരണം എല്ലാവരും പറയാ ഇത് കഴിഞ്ഞ ഓടാത്ത സിനിമയുടെ സംവിധായകനല്ലേ. അപ്പൊ ഇവരുടെ കയ്യിലൊക്കെ നല്ല മെറ്റീരിയൽ ഉണ്ടാവും, നല്ല കണ്ടന്റ് ഉണ്ടാവും, പക്ഷെ ഓടാത്ത സിനിമയുടെ അല്ലെങ്കിൽ ഓടിയില്ലല്ലോ തിയേറ്ററിൽ ഓടാത്ത സിനിമയുടെ സംവിധായകൻ. അപ്പൊ അത്തരത്തിൽ ഏത് കാലത്തിൽ വേണമെന്ന്, അതാണ് ഇപ്പൊ വാഴയൊക്കെ എപ്പിക് എക്സാമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോ ആലുണ്ട് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സക്സസ് എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഒരു സിനിമ അപ്പം അങ്ങനെ വീണ് നിൽക്കുന്ന അല്ലെങ്കിൽ വീണുപോയ കുറേ സംവിധായകരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഞാൻ ചെയ്ത സിനിമകളുടെ മാത്രമല്ല ഞാൻ പറഞ്ഞ, അതല്ലാതെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് എന്താ പറയണ്ട കഷ്ടപ്പെടുന്നതും, പക്ഷെ പലപ്പോഴും അവർ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ട് അവരതിൽ ഉഗ്രം മെറ്റീരിയൽ ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പരിപാടി ഉണ്ടാവും. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് 1000 Babies ചെയ്ത് നജീംഖാൻ്റെ അടുത്ത് കുറേ കഥ പറഞ്ഞിട്ടുള്ള, ഞാൻ എപ്പോഴും പുള്ളിൻ്റെ അടുത്ത് പറയാം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കിക്കണ്ടത് 1000 Babiesന്റെ സഞ്ജു എന്നോട് ഇടക്കിടക്ക് പറയുന്നുണ്ട് ഈ പരിപാടി ഉഗ്രം പരിപാടിയാണ്. അപ്പം നജീംഖാൻ 2 Countries കഥ നജീംഖയുടെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഓക്കെ, എന്നുവെച്ചാൽ അതിന്റെ സ്റ്റോറി നജീംഖയുടെ 2 Countries. അപ്പൊ അത് ഇപ്പം ഞാൻ പറയുമ്പോഴാണ് എനിക്ക് വില അറിയാം. അപ്പൊ എത്രയോ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ കയ്യിലുള്ള ഗംഭീര കഥകളുണ്ട്. പക്ഷെ 1000 Babies വേണ്ടി വന്ന് പുള്ളിക്കൊരു റെക്കഗ്നീഷൻ കിട്ടാനും, അപ്പം നമ്മൾ എത്രയോ ചർച്ചകൾ ഞാൻ പുള്ളിയായിട്ട് എത്രയോ ഒരു സമയം കുറച്ച് വർഷം മുന്നേ എത്രയോ കഥകൾ ഡിസ്കസ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇതെന്താണ് സിനിമ കഥ, ഇതെന്താ പരിപാടിയാകാത്ത. അപ്പൊ പുള്ളി ഇങ്ങനെ ചെയ്യണം അതിലിപ്പം ചെയ്യും ഉള്ള സാധനം. നമ്മളത് ചില ആൾക്കാരെ സക്സസ് കാണുന്ന സമയത്ത് അതിന് ചിലപ്പോൾ ഒരു സമയം എടുക്കുമായിരിക്കും, പക്ഷെ അതെല്ലാം ഇതൊക്കെ സിനിമ തന്നെ നമ്മളാ എഫേർട്ടും നമ്മളാ ഹാർഡ് വർക്കും ഇടുവാണെങ്കിൽ ഇതൊക്കെ സിനിമ തന്നെ തിരിച്ചു വരും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അഭിനയത്തിനപ്പുറം ഈ ഫിലിം മേക്കിങ്ങിലോട്ടൊരു കമ്പം അല്ലെങ്കിൽ ഇഷ്ടം വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അഭിനയം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും നമ്മുടെ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക, നമ്മുടെ പരിപാടിക്ക് വേണ്ടിയും, മറ്റേത് ഒരു പാഷനും ഫിലിം മേക്കിംഗ് ഇതൊന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് പുറത്ത് വരാതെ എനിക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടും ഞാൻ ഇത് ഒന്നുകിൽ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്തൊരു പരിപാടി ചെയ്യാന്നുള്ളതായിരുന്നു. ഒരു വൃത്തിയും വേണ്ട. അതെ അതെ, നല്ലൊരു അത്ലറ്റ് ആയിരുന്നു. യെസ്, ഒരു കാലത്ത് അല്ലേ? മിസ് ചെയ്യുന്നുണ്ടോ?
ഒരു സമയം വരെ എനിക്കതൊരു വിഷമമായിരുന്നു, ഒന്നും ആകാതായി പോയല്ലോ എന്നുള്ള. ആ അത് ഹാൻഡ് ബോൾ ഷോട്ട് പുട്ടോ? ഹാൻഡ് ബോൾ, ജവലിൻ ത്രോ, ഷോട്ട് പുട്ടെല്ലാം. ഹാൻഡ് ബോളിന് കേരളത്തിന് വേണ്ടി കളിക്കാൻ പോയിട്ടുണ്ട്, 2 വെങ്കലം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ ഒന്നും കല്യാണം കഴിഞ്ഞു, വീട് കുടുംബം ആ ഒരു ഇതായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മോചനം. ഇപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്ന, അയ്യോ ഞാനൊക്കെ ഒന്ന് ഇത്രയൊക്കെ കിടന്നു കുറേ അറിയാമല്ലോ സ്പോർട്സ് ആയിരുന്നു. നമ്മളെ വീട്ടില് അടുക്കളയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ആ ഇത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഓർക്കുന്നേ ഇല്ല. അത് നല്ലതായിരുന്നു, അതിൽ നിന്നൊന്നാകാൻ പറ്റാത്തത് നന്നായിരുന്നു എന്ന് ഇപ്പൊ വിചാരിക്കുന്നു. അന്ന് നഷ്ടപ്പെട്ടോണ്ട് ഇന്ന് സിനിമയിൽ അത് പറഞ്ഞതെ അതിന് പോസിറ്റീവ് ആയിട്ട് ഇപ്പൊ കാണുന്നു. അതെ, അന്ന് നഷ്ടപ്പെട്ട ഇന്നത് ഗെയിൻ ചെയ്യാനായിരിക്കും. നമ്മുടെ ഡയറക്ടർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കാല്ലേ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റോറിയിലേക്ക് വരാനുള്ള കാരണം? നമ്മളിപ്പോൾ ഇതേപോലത്തെ ഒരുപാട് സ്റ്റോറീസ് ആണ്, ടെക്നിക്കലായിട്ടുള്ള ഫേക്ക് ഐഡികൾ റിലേറ്റ് ചെയ്ത് സൈബർ ക്രൈമുകൾ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സബ്ജക്ട് എത്രത്തോളം റെലവൻ്റ് ആണെന്ന് വരുന്നുണ്ട്? തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിപ്പോൾ നടന്ന് ഇതിന്റെ പുറകെ അന്വേഷിച്ച് നടന്നിട്ടാണ് ഈ സബ്ജക്റ്റ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം, ഇപ്പം ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം ഏതിൽ നോക്കിയാലും ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിലനിൽക്കുന്നുണ്ട്. അഡൽട്ടായിട്ടുള്ള സ്റ്റോറി ഫോട്ടോസൊക്കെ വെച്ചിട്ട് കൂടുതലും ആർട്ടിസ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ്, നടിമാരെ കുറിച്ചുള്ള ഫോട്ടോസും സ്റ്റോറീസുമാണ് കൂടുതൽ. എന്നാലും കൂടുതൽ ഫാമിലിയിലേക്ക് ഈ സാധനം കടന്നു വരുന്നുണ്ട്. അതായത് ഇപ്പം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അവരൊക്കെ ടൂർ പോകുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള പിക്കുകൾ എടുത്ത്, പക്ഷെ അവർക്ക് പേരൊന്നും അറിയുന്നുണ്ടാവില്ല ആ കുട്ടിയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേര് അവർ തന്നെ ഇടും. ഇപ്പോൾ ഒരു കോളേജിൻ്റെ പേര്, ഇപ്പോൾ സെൻറ് തെരേസ് കോളേജ്, ഏതൊരു ഒരു കോളേജിൻ്റെ പേരിട്ടിട്ട് ഒരു പേര് എഴുതിയിട്ട് ഒരു സ്റ്റോറി ഉണ്ടാവും, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും അതിനുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ, പക്ഷെ അല്ല, അതിനുള്ളിൽ ഒരു ബിസിനസ് നടക്കില്ല. അതെന്താണെന്ന് മനസ്സിലാക്കാൻ കാരണം ഞാൻ കൂടുതൽ കമൻറ്റുകൾ വായിക്കുന്ന ആളാണ്. നമ്മൾ എന്ത് സാധനത്തിന് നോക്കിയാലും കമൻറ്റുകൾ ശ്രദ്ധിക്കും. ഇപ്പോൾ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട്, വൈഫിൻ്റെ അടുത്തൊരു ഫ്രണ്ട്, ഈ ഒരു വിഷയം അവൾക്കൊരു പ്രശ്നം ഉണ്ടായി. അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ പേജിൽ കയറി ഈ സംഭവം നോക്കിയപ്പം ഇതിനെല്ലാം കമൻറ്റിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കമൻറ്റുകൾ എന്തായിരിക്കും ഊഹിക്കാം, വൾഗർ കമൻറ്റുകളായിരിക്കും. അതിനുള്ള അടിയിൽ ഈ മറുപടികൾക്കെല്ലാം അവർ തീർച്ചയായിട്ടും മറുപടി കൊടുക്കുന്നുണ്ട്. ഈ മറുപടി ഞാൻ ശ്രദ്ധിച്ചപ്പം നമ്മൾ എവിടെയാണ് ചോദിക്കുന്നത്, അവർ പറയുന്നത് കിട്ടും, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എറണാകുളം, നിങ്ങളുടെ പ്ലേസ് ഏതാ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് കൂടുതൽ അറിയാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവർ ഇൻബോക്സിൽ വരാൻ പറഞ്ഞു. ഇൻബോക്സിൽ വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഒരു 4000 അല്ല, ഞാൻ ഇത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇത് വെക്കാൻ പറഞ്ഞു ഉടനെ അത് വെക്കുന്നു. അങ്ങനല്ല, പറഞ്ഞ ഉടനെ വെച്ചപ്പോ ഞാൻ അയ്യോ അത് തിരിച്ചു കൊടുക്കാൻ. ഒരു 4000 തൊട്ട് ഒരു 10-20 ലക്ഷം രൂപ വരെയുള്ള ഒരു ബിസിനസിന്റെ പിന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് അന്വേഷിച്ച് ഞാൻ അവരുമായിട്ട് കൂടുതലൊന്ന് കണക്ഷനായി. ഞാനവിടെ നോർത്തിൽ പോയി, ഹോട്ടൽ പറയില്ല, നോർത്തിൽ പോയി അവരോട് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇതിനകത്തുള്ളിൽ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് തൊട്ട് ഇതിൻ്റെ ബിസിനസ് തുടങ്ങുകയാണ്. അതായത് നമ്മളിപ്പം പല മേഖലയിലുള്ള പിള്ളേർ, IT ഒക്കെ പഠിച്ചിറങ്ങിയിരിക്കുന്ന പിള്ളേരാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക, ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക. അതിനടക്കം ഇതിനൊരു ഫണ്ടുണ്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന്. ഇതിൻ്റെ ഒരു വലിയൊരു ബിസിനസ്സാണ് ഇതുവഴി നടന്നത്. അതായത് ഒരു 10,000 പേരൊക്കെ ജോയിൻ ചെയ്താൽ 10,000 തൊട്ടൊരു, ഞാൻ ആ പേജ് കാണുമ്പോൾ 74,000 മുകളിലുണ്ടായിരുന്നു. അതിൽ ഫോളോവേഴ്സ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും കുറഞ്ഞൊരു 1000 പേരെങ്കിലും അവർ സിമ്പിളായിട്ട് പോക്കുന്നുണ്ട്. ഒരു ദിവസം അവർക്ക് ഏറ്റവും കുറഞ്ഞൊരു 10-60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബിസിനസ് കൊടുക്കുക. ഇതിനകത്ത് അകപ്പെട്ടു പോകുന്നത് ഇങ്ങനെയുള്ള ഫാമിലീസിലുള്ള ആൾക്കാരും കുടുംബമായിട്ട് ജീവിക്കുന്നവരുടെയൊക്കെ പെൺകുട്ടികളും ഭാര്യമാരൊക്കെയാണ്. ഫോട്ടോസാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൽ എത്രയോ പേര് മാനസികമായിട്ട് താങ്ങാൻ കഴിയാതെയും പല രീതിയിൽ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. ഇല്ലല്ല, പോകാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. ശരിക്കും ഞാൻ ചേട്ടാ, ഇങ്ങനെ സബ്ജക്റ്റുകൾ നമ്മൾ ഡെയിലി ന്യൂസുകളൊക്കെ കേൾക്കുന്നൊക്കെയാണ്. ഇങ്ങനൊരു സംഭവം ശരിക്കും ആക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇത് ശരിക്കും ഉണ്ടായിരുന്നല്ലേ, എനിക്ക് ആ പേജൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ തന്നെ അതിനകത്ത് മനസ്സിലാവും. അതിന്റെ പേജുകളും ഡീറ്റെയിൽസ് എല്ലാം ലൈവിൽ നിൽക്കുന്ന പേജുകളും ഉണ്ട്. ഒന്നുമില്ല, ബേസിക്കലി സ്കാമാണ്. ഓൺലൈൻ ബ്രോത്തൽ പോലെ ഇവരിത് ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ ഇടുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇവിടെ നാട്ടിലൊക്കെയുള്ള നമ്മൾ ഈ എറണാകുളം സിറ്റിയിലൊക്കെയാണ് ഇവരുടെയൊക്കെ റാൻഡം ഫോട്ടോസ് പല സ്ഥലത്തു നിന്നും എടുത്തിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ട് അതിനെ ഇവർ ഫോട്ടോഷോപ്പ് ചെയ്ത് അപ്പം വിശ്വസിപ്പിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നടിമാരെ ഫോട്ടോസ് പറഞ്ഞ കഥകൾ എഴുതുന്നതിനപ്പുറം ഈ പറഞ്ഞ കുറച്ച് ഫോട്ടോസ്, റാൻഡം ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ട് അതിനെ കുറച്ചൊന്ന് ഇത് ചെയ്ത് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന ഫോട്ടോസ് വെച്ചിട്ടാണ് ഇവർ
ഈ പറഞ്ഞ പിള്ളേരെ ഗ്രൂപ്പിലുള്ള പിള്ളേരെ പറ്റിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ഫോട്ടോ യൂസ് ചെയ്യുന്നു, എന്നിട്ട് ഇവരെ ഇൻബോക്സ് ചെയ്യുന്നു. ഇവർ പറയും ഈ കുട്ടീനെ ഇത് അവൈലബിൾ ആണോ എന്ന് പറയുന്നു, ഇൻബോക്സ് ചെയ്യാൻ പറയുന്നു, ഇത്ര എമൗണ്ട് ആവുമെന്ന് പറയുന്നു, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താന്ന് പറയുന്നു, പൈസ കൊടുക്കുന്നു. അപ്പം അരുൺ ഇതിനകത്ത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, നേരിട്ടാക്കാന്ന് പറയുന്നു. നേരിട്ട് കാണാൻ പോയപ്പോഴാണ് ഇതിപ്പോൾ തട്ടിപ്പാന്ന് മനസ്സിലാവുന്നത്. അപ്പം ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ മിസ്യൂസ് ചെയ്യപ്പെടുന്നു പലരുടെയും. അത് ഇതിന് മാത്രമല്ല, ഇപ്പോൾ പല ഡേറ്റിംഗ് ആപ്സ് ഇതുപോലത്തെ ചെറിയ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടിൻഡറും ബമ്പിളൊക്കെ വേറെ, പക്ഷെ അതല്ലാത്ത പല ഡേറ്റിംഗ് ആപ്സിൻ്റെയും ഈ പോൺ സൈറ്റ്സിൻ്റെയൊക്കെ സാധനത്തിനകത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലെ നടിമാരുടെ ഫോട്ടോസൊക്കെ ഇവിടുത്തെ ഇതിനകത്തൊക്കെ ഒരുപാട് ഇതിനകത്ത് ഫോട്ടോസ് നമുക്ക് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ ഫോട്ടോസ് ഡേറ്റിംഗ് ആപ്സിൽ ഹിന്ദി ചെറിയ ചെറിയ ബോംബെയിലൊക്കെയുള്ള ചെറിയ കുട്ടി കുട്ടി ലോക്കൽ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. അതിൽ എനിക്ക് പരിചയമുള്ള ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടിയുടെ ഫോട്ടോ എന്ന് വെച്ചാൽ അവിടുത്തെ ഡേറ്റിംഗ് ആപ്പിൽ അവരുടെ മെയിൻ ഇത് ഞാൻ പറഞ്ഞ പ്രൊഫൈൽ അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ, പോപ്പുലർ ആയിട്ടുള്ള ഒരു നടിയുടെ ഫോട്ടോ. അപ്പം ഞാൻ ഇത് നമ്മുടെ അവിടുന്ന് ബോംബെ എന്നുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, ഞാൻ പറഞ്ഞ 4-5 വർഷം മുന്നേ ബോംബെ എന്നുള്ള സുഹൃത്ത് എനിക്കിത് ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ അവളാണ് ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ, ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെ വെച്ചാൽ ലോക്കൽ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട് ഇങ്ങനത്തെ കുറേ. അപ്പം അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് കുറേ. അപ്പം നമ്മളൊരിക്കൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടി ഇത് ചെയ്തിട്ട് ഇത് ചെയ്താണ്. ഇപ്പം നമ്മളിപ്പോൾ ഇതുപോലത്തെ ഓൺലൈൻ റമ്മി പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ലോക്കൽ ഇതുണ്ടല്ലോ, ആപ്സ് ഉണ്ടല്ലോ. അങ്ങനെ കാരണം ആർക്ക് വേണമെങ്കിലും ആപ്പ് ക്രിയേറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. സ്കാമാണ് ബേസിക്കലി, തട്ടിപ്പാണ്. പക്ഷെ അത്തരത്തിലുള്ള ഫോട്ടോ യൂസ് ചെയ്യുമ്പോൾ ഇത് കാണേണ്ടി വരികയും ഇത് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർക്കൊരു മാനസിക വിഷമം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ ദിവ്യൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇങ്ങനൊരു സൈറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതിനകത്ത് ഇത് കുറച്ച് പോപ്പുലർ ആവുകയും ഇത് കുറച്ചധികം എന്താ പറയണ്ടേ വൈഡ് സ്പ്രെഡ് ആയി തുടങ്ങുന്ന സമയത്താണ് ഞങ്ങളിത് എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി ഇതിനെ ഇഗ്നോർ ചെയ്യാൻ ഒരു പോയിന്റിൽ ഇഗ്നോർ ചെയ്യാൻ പറയുന്ന സ്ഥലത്ത് ഞാനത് വളരെ പേഴ്സണലായിട്ട് എടുക്കുകയും ഞാൻ അതിന്റെ പുറകെ പോയി അത് ക്രാക്ക് ചെയ്യാൻ നോക്കുന്നതാണ് ബേസിക്കലി സംഭവം. ടെക്നോളജി വളർന്നതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറയുന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അതിപ്പം നമ്മൾ പണ്ട് വായിന്നൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരാളെ കണ്ട് അയാളെ ഇപ്പൊ നിറം നോക്കുന്നു, ഇപ്പോഴും ഇവന് ഈ നോട്ടം ഉണ്ടോ എന്നിട്ടോ? അതൊക്കെ ഒരു കലയല്ലേ? കുറയുന്നു നീ പറഞ്ഞത് അതൊക്കെ ഒരു കലയല്ലേ? പക്ഷെ മറ്റേ നോക്കുന്നവരുടെ വീട്ടുകാർ കൊല്ലാതിരുന്നാ മതി, കൊലയാവാതിരുന്നാ മതി. ഒന്ന് ആലോചിക്കും, ഒരാൾ അയാളെ അറിയാതെ അയാൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു തെറ്റാണ് കേട്ടോ. അല്ലാണ്ട് അറിയാതെ ആരണ്ട് ഇഷ്ടപ്പെടുന്ന ചോദ്യം കേട്ടില്ലേ? ഇഷ്ടപ്പെട്ടു തെറ്റല്ല, ഒരു തെറ്റാണ് ഒരിക്കലുമില്ല. അപ്പൊ അയാൾ അറിയാതെ അയാളെ ഇഷ്ടപ്പെടുന്നു, അയാളോട് അയാൾ ആരാന്ന് കാണാവോ? ഇല്ല, അതിനൊക്കെ ഉള്ള നിയമമുണ്ട് ചേച്ചി. ആർക്ക് ആരെ വേണം ഇഷ്ടപ്പെടുന്നത് അല്ല, അയാളെന്ന് പറയുന്നു. അപ്പൊ അയാൾ ആരാണാവോ ഇന്നെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ശരിക്കും പറയാൻ അതൊരു നല്ലൊരു കാര്യമാണ്. പണ്ടൊക്കെ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾ അടുത്ത് പോയി മിണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നീട് കുറെ നാള് നടന്നിട്ടാണെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്. കാരണം ചാറ്റും വാട്സപ്പും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പേര് ചോദിച്ചാൽ മാത്രം മതി. മോൻ തന്നെ പറഞ്ഞില്ലേ ട്രെയിൻ യാത്ര ഒറ്റ ദിവസം കൊണ്ട് വളച്ചെടുത്തെന്ന്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കഥ. ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഇപ്പൊ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല, എല്ലാവരും ഹാപ്പി അല്ലേ? ഈ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഒരു ദിവസം നേരിട്ട് കാണുമ്പോൾ ഫോണിൽ കൂടെ 3/4 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ മണിക്കൂറോളം ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുന്ന ആള് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, കണ്ടന്റ് സംസാരിക്കാനായിട്ടില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് അല്ലേ കാര്യങ്ങൾ. അത്ര നേരം ഓൺലൈനിൽ ചാറ്റ് ചെയ്തിട്ട് ഇതാക്കില്ല, അപ്പൊ തന്നെ ഒരു പക്ഷെ ഈ പ്രൊഫൈലിൽ ആളെ നേരിട്ട് കാണാതെ പ്രൊഫൈൽ നേരത്തെ പറഞ്ഞ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അതൊക്കെയാണല്ലോ പ്രൊഫൈല് വേറെ ഇട്ടിട്ട് പിന്നെ നേരിട്ട് കാണുമ്പോ 7 വയസ്സ് അത് അമർ അക്ബറിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഞങ്ങളുടെ അടുത്ത് അതിപ്പോ എന്റെ സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ ടിൻഡർ യൂസ് ചെയ്തിരുന്ന അവൻ കുറച്ച് ആവറേജ് ലുക്കിംഗ്, അല്ലെങ്കിൽ അവനൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലുക്ക് പോരാ ഇതിൽ. അപ്പോൾ അവൻ എൻ്റെ ഏറ്റവും അടുത്തുള്ള ഞങ്ങളുടെ കൂടെ തന്നെ വേറൊരു സുഹൃത്തുണ്ട്. അവൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. ഇപ്പം ഇവൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇവൻ ഡേറ്റിംഗ് ആപ്പിൽ ഇവൻ്റെ ഫോട്ടോ ഇട്ടിരുന്ന കുറേ കാലം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാംഗ്ലൂർ വന്നതാണ്.
അപ്പൊ സ്വൈപ്പ് ചെയ്തിട്ട് കുറച്ച് പെണ്ണുങ്ങൾക്ക് മാച്ച് ചെയ്യില്ല. കാരണം മറ്റേ കൂടെയുള്ള കൂട്ടുകാരൻ അത്യാവശ്യം കാണാൻ അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരുത്തനാണ്. അപ്പൊ അവന്റെ ഫോട്ടോ ഇടും, കാണാൻ പോകുന്നത് ഇവനാ. ഓക്കെ, അങ്ങനെ എന്താ പറയണ്ടേ, ചതിക്കപ്പെട്ട് ഇതൊക്കെ തട്ടിപ്പാണല്ലോ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണേ ഇന്ന് അങ്ങനെ അത് ഞാൻ ഓർത്തു. പക്ഷേ അങ്ങനെയുള്ളതിന് കൂട്ടം കാണാനുള്ള അജയ് അങ്ങനെയുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ ഈ നമുക്ക് അതിൽ നിന്ന് ആവശ്യം വന്നിട്ടില്ലടാ. അല്ല ഞാൻ പറഞ്ഞ വെച്ചാ ഇത്തരത്തിൽ ഇതെല്ലാം കാലത്തിന്റെ മാറ്റമാണല്ലോ, ടെക്നോളജി ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഒരു രീതിയിലും പ്രതികരിക്കാനോ ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഇനി നെക്സ്റ്റ് ലെവൽ സാധനങ്ങൾ വരും. ചിലപ്പോ ഫോണിന് അകത്തോടെയൊക്കെ പോവാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ നൊഴഞ്ഞു കയറിയിട്ടൊക്കെ. കാരണം വീഡിയോ കോൾ എന്ന് പറഞ്ഞൊരു സാധനം നമുക്കൊരു 5-6-7 വർഷമായി വന്നിട്ട്, വാട്സാപ്പ് വീഡിയോ കോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം. എനിക്കൊന്ന് അതിന് മുന്നേ ഇതൊക്കെ വന്നിട്ടുണ്ട്, എന്റെ ഈ സൂം കോൾ പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഒന്നും ഏതുണ്ടായിരുന്നല്ലോ, അല്ല വീഡിയോ കോൾ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അന്ന്. അപ്പം വീഡിയോ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പം അത്തരത്തിൽ നമുക്ക് ഇന്ന് എല്ലാം. പക്ഷെ അതിന് സംശയം, ഭാര്യ ഭർത്താക്കന്മാര് നിങ്ങൾ എവിടെയാ നിൽക്കുന്നത്, കാണിച്ചേ, ലൈവ് ലൊക്കേഷൻ അയച്ചേ, ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം വിളിക്കാറുണ്ട്. ഞാൻ എന്റെ കാര്യമില്ലേ ചോദിക്കട്ടെ. അപ്പം ഇതിനൊക്കെ ഇപ്പൊ കുടുംബജീവിതത്തിന് ഇതൊക്കെ ബാധിക്കുന്നുണ്ട് ഈ പറയുന്ന സാധനത്തിനകത്ത്. അതുകൊണ്ട് എന്താ, പലർക്കും ലോയലായി ജീവിച്ചേ പറ്റൂ അല്ലേ. ഉടായ്പ നടക്കാത്ത സാഹചര്യം ഉണ്ട്. കാരണം എന്താ, നിങ്ങൾ എവിടെയാ ആന്ന് ചോദിക്കും, അന്ന് വീഡിയോ കോൾ വന്നേ, വീഡിയോ കോൾ വന്നെന്ന് പറയുമ്പോ വീഡിയോ കോൾ വന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇതിന്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും പറയുമ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഇതുകൊണ്ട്, മനസ്സിലായില്ലേ. പിന്നെ ഇതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നത് നമ്മുടെ ജനറേഷനിലുള്ള, ഇപ്പൊ ഞങ്ങളുടെ ജനറേഷനെ താഴെയുള്ള ജനറേഷൻ ഉണ്ടല്ലോ. എനിക്കിപ്പോ 10-36 വയസ്സ് കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ ജെൻസി അല്ലെങ്കിൽ മിലനിയൽ കിഡ്സ് അല്ലെങ്കിൽ ജെൻസി പിള്ളേരുണ്ടല്ലോ, പുതിയ പിള്ളേർ. അപ്പം അവർക്ക് 18-19 വയസ്സ്. ഇവർക്ക് സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ ഒരു ജനറേഷനിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ, ഒന്നുകൂടെ ജനിച്ചിരുന്നെങ്കിൽ. അങ്ങനെ നമ്മൾ തകർത്തല്ലേ സിനിമകളെ. ഞാനൊരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തു പോകുന്ന വഴിക്ക്. അല്ല ഇപ്പൊ നമ്മളെ സിനിമാക്കാരെ അങ്ങോട്ടും നോക്കിയാൽ ഇങ്ങോട്ടും നോക്കിയാലൊക്കെ എപ്പോഴും പിന്നെ ഇത് വേണമെങ്കിൽ ഇടാവുള്ള അല്ലെങ്കിൽ ഇട്ടേക്കല്ലേ ഇവന്മാര് പോകും. എന്റെ ഡൗട്ട് അപ്പൊ ഇപ്പൊ ധ്യാനൂട്ടനുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാം. സിനിമാക്കാര് പുറത്തോട്ട് പോകുന്നു, പരിപാടികൾ പോകുന്നു, ആൾക്കാർ ഏറ്റവും കൂടുതൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആരെയാണ്? നടിമാരെ, നടന്മാരെയാണ്. അപ്പം നമ്മൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ അപഖ്യാതി അപരാധം പറഞ്ഞുണ്ടാക്കുന്ന ആരെയാ? മീഡിയക്കാരെ, നമ്മൾ ആർട്ടിസ്റ്റുകളെ. പക്ഷെ ഈ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, മറ്റുള്ളവരൊക്കെ അവർ പുറത്തു പോകുമ്പോ അവരെ ആർക്കും അറിയത്തില്ല. അറിയുന്നുണ്ടോ? അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അപ്പൊ അവരാരെയും കൊണ്ടാ പോകുന്നത്, അവരെവിടാ പോകുന്ന ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങളല്ലേ കെയർ ചെയ്ത് നടക്കുന്നതും മീഡിയയും മറ്റുള്ളവരും നമ്മളെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് മനസ്സിലായോ? ഒന്നും നടക്കണല്ല, എന്താണ് പ്രശ്നം? അല്ല ഞാൻ ചോദിച്ചത് അതുകൊണ്ടല്ല കേട്ടോ, സീരിയസ്ലി പറഞ്ഞു ചേച്ചി, എനിക്ക് മനസ്സിലായില്ല. അതെന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടല്ലോ ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആർട്ടിസ്റ്റുകളെ ഓരോന്ന് പറയുന്നില്ലേ. എന്തിനാ സിനിമയിൽ ഇത്ര ആഗ്രഹങ്ങൾ വെച്ച് സിനിമയിൽ വന്നത്? അല്ല മക്കളെ ഇടരുത്, എന്ത് ഇങ്ങനല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞ. അല്ല ഞാനെപ്പോഴും തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റുകളെ അങ്ങനെ പറയുന്നു, ഓരോ ആർട്ടിസ്റ്റുകളെ എന്ത് പറയണേ. അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ആരും അറിയുന്നില്ല. ഈ അവരൊക്കെ തന്നെ ഈ ആർട്ടിസ്റ്റുകളെ തെറി പറയുന്നത്. അങ്ങനെ ഇല്ലില്ല, ഞാൻ അതല്ല ഞാൻ പറഞ്ഞ, പൊതുവെ കേൾക്കുന്ന ഓരോന്ന് പറയുന്ന. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഓരോ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലേ, അതുകൊണ്ട് ഞാൻ പറയും. ഇപ്പൊ നിവിന്റെ കാര്യം എക്സാമ്പിൾ. ഞാൻ പറയട്ടെ, ഇവിടുത്തെ ഇത് ഓഫ് ചെയ്തോണേ. ഇവിടെ ഇപ്പൊ ഇത് കേരളം, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത്, ഇവിടത്തെ സെലിബ്രിറ്റിയാണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത് ഈ പറഞ്ഞ പ്രൈവസി, നിങ്ങൾ വൺ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ടു പബ്ലിക് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളെ ഇതെല്ലാം പബ്ലിക്കിന് ഓപ്പൺ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രൈവസി എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരിച്ചറിയൂ. അല്ല ഞാൻ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ വളച്ചൊടിക്കും അവന്മാർക്കൊക്കെ നടത്താം, ഞങ്ങൾക്കൊക്കെ പാടാൻ ഇതൊക്കെ അതുപോലെയല്ലേ പറഞ്ഞു. അങ്ങനല്ലേ അല്ല ലോകത്തെല്ലാവരും. പക്ഷെ നമ്മളെ മാത്രം ഇങ്ങനെ ആൾക്കാര് നിവിന്റെ ഒക്കെ വന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ബിക്കോസ് ഇതിടാനല്ലേ, ഇതിനെന്താ കുഴപ്പം? പോപ്പുലാരിറ്റീനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ. സെലിബ്രിറ്റി എന്ന് ഒരാളെ വിളിക്കുന്നുണ്ട്, ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ
ഉറ്റുനോക്കുന്ന, അവരുടെ ലൈഫ് ഉറ്റുനോക്കുന്ന. നമ്മളിപ്പോ ഒരു ഹോം ടൂർ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വീട് കാണുന്നു, അവരെ വീട് കാണുന്നത് എല്ലാം ഇന്നെന്താ, ഇത് പോയിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയിട്ട് എന്നാ ഡോക്ടറെ ഹോം ടൂർ. അതല്ലല്ലോ നമുക്ക് ഇവരൊക്കെ എനിക്ക് മനസ്സിലായതാ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ഞാൻ ചോദിച്ചു, അത് എനിക്കതൊന്ന് ക്ലിയർ. ചായ കുടിക്കാൻ പോയെന്നിരിക്കട്ടെ, അത് പ്രശ്നമില്ല. ഇത് അതേ ഏതോ ഒരുത്തൻ ഏറെ കുടിച്ചേ ധ്യാൻ ചേട്ടൻ പോയി പെൺകുട്ടിയോട് ചായ കുടിക്കാൻ പോയല്ലോ. അത് തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ വരുന്നത്, കമന്റ് വരുന്നതന്നെ, ഞാൻ പോയ പെൺകുട്ടിയെ കണ്ടാ നിങ്ങൾ ഞെട്ടും. കാരണം അതാരാ പോയേ, ഞാനെന്ന് എനിക്ക് ചേച്ചി ഞെട്ടട്ടെ. അല്ല, ഈയിടെ അടുത്തടിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ വെച്ച് ഞാൻ ചോദിച്ചത്. ഈ അടുത്തടിക്ക് എന്തേറെ പ്രശ്നമായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒന്ന് സിനിമയാണ് കേരളത്തിൽ, അല്ലെങ്കിൽ എവിടെ പോലും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയവും സിനിമയും സ്പോർട്സും ആണ്. ഓക്കെ, ഏറ്റവും പോപ്പുലർ ഫിഗർ അല്ലെങ്കിൽ പബ്ലിക് ഫിഗറായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന സ്പോർട്സ് പേഴ്സൺ, സിനിമ, പിന്നെ പൊളിറ്റിക്സ്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ അപ്പൊ വൺസ് ഈ സിനിമയിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ വന്ന് അല്ലെങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, നമ്മളെല്ലാം പബ്ലിക്കാണ്. അപ്പൊ നമ്മൾ എവിടെ പോയാലും എന്ന് വെച്ചാൽ ചേച്ചിക്ക് ഇതിന്റെ അങ്ങനെയാണ്, ബോംബെ പോ, ദുബായ് പോ, അല്ലെങ്കിൽ തായ്ലൻഡിൽ പോവാ, നമുക്ക് പല പല രാജ്യങ്ങളിൽ പോയിട്ട് ഈ പ്രൈവസി ഒക്കെ കിട്ടും. പ്രൈവസി അല്ലടേ, എനിക്ക് പ്രൈവസി അല്ല. ഞാൻ തായ്ലൻഡിൽ ഇപ്പഴാ വന്നേ, ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പ്രൈവസിയുടെ അല്ല, പ്രൈവസിയുടെ അല്ല. എന്തുകൊണ്ട് ഇത് മാത്രം വാർത്ത അതുപോലെയാണ്? അല്ല, അവർക്ക് അവരുടെ കാരണം കേൾക്കാനും താല്പര്യമുള്ള വിഷയം അതാണല്ലോ. നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എല്ലാരും ക്യാമറയൊക്കെ വെച്ചിട്ട്? കാരണം സെലിബ്രിറ്റി ആയിരിക്കുന്നോ? അതെ, ആ തിരിച്ചറിവൊന്നും ഇല്ലാതെ. അല്ല, എനിക്ക് തിരിച്ചറിവ് ഉണ്ടാകാത്തതിന്റെ കാര്യം, ആക്ഷൻ പറയുമ്പോഴും പച്ചക്കറി തിരിച്ചറിവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ കറക്റ്റ് ആയ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ വിചാരിച്ചു പിള്ളാച്ചൻ കള്ളം. ശരിയാ. ചേട്ടാ, ഇപ്പം നമ്മളെ സുനി ചേച്ചി ചോദിക്കാം, ഇപ്പൊ ഓരോ ആക്ടേഴ്സിനും ഒരു ടൈറ്റിൽ കൊടുക്കുമല്ലോ. ഇപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ധ്യാൻ ചേട്ടന് സ്ക്രീനിൽ ഇൻട്രൊഡ്യൂസിംഗ് ദ ആക്ടർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ധ്യാൻ ചേട്ടൻ എന്ത് ടൈറ്റിൽ കൊടുക്കും? ഫാമിലി സ്റ്റാർ അല്ലേ? ഫാമിലി സ്റ്റാർ അല്ലേ? അതെ, അതേടാ. ആ ലെവലിൽ എത്തും ഞാൻ. സീരിയസ്ലി എല്ലാവർക്കും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ധ്യാനൂട്ടന്റെ കാര്യം ചോദിച്ചോണ്ടാ. എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് ധ്യാനൂട്ടന്റെ കാര്യം പറഞ്ഞോണ്ടാ. അതെല്ലാം ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യാറില്ലേ. അപ്പൊ ഞാൻ ഏറ്റവും എല്ലാവരും, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ധ്യാനൂട്ടനെ എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും ഇപ്പൊ എത്രയോ പേര് ധ്യാനൂട്ടനെ കുട്ടി ഒന്ന് കാണാൻ. ഇപ്പം പ്രശാന്തിന്റെ വൈഫ്, എനിക്ക് നമ്മുടെ അലക്സാണ്ടർ പ്രശാന്തിന്റെ വൈഫ് മാർത്തോമ കോളേജിലെ പ്രൊഫസറാ. അപ്പം പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ടുണ്ട്, സ്മിനോളെ അങ്ങോട്ട് പോകല്ലേ സ്മിൻ ചേച്ചി, എങ്ങനെയല്ലോ ധ്യാനൂട്ടനെ ഒന്ന് കൊണ്ടുവരുമോ, കാരണം പിള്ളേര് സമാധാനം കൊടുക്കുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ ടൈറ്റിലൊക്കെ ഇട്ട് ഫാമിലി സ്റ്റാറിനൊക്കെ ടൈറ്റിൽ ഇട്ടിട്ട് ഇതിന്റെ ഒരു പടം വരുവാണെങ്കിലേ നിങ്ങൾ ഒന്നും തന്നെ കാണാൻ വരൂല. അല്ല, ഫാമിലി സ്റ്റാറിനൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഇതുപോലെ ഫാമിലി സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ യൂട്യൂബ് ഇന്റർവ്യൂ അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടമാണ്, ധ്യാനൂട്ടനെ ഇഷ്ടമാണ്. അതാണ് ചോദിച്ചത് എന്ത് പറയുമെന്നുള്ളത്. പക്ഷെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കയറി എല്ലാരും കണ്ടില്ലേ? കണ്ടു. അത് വിനീത് ശ്രീനിവാസന്റെ സിനിമ അതെ ആയിരിക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ധ്യാനൂട്ടന്റെ ഒരു നല്ല ബൊമ്പ ഹിറ്റ്. അത് നമ്മളോട് ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, സത്യമായിട്ട് ഞാൻ പറയാം, ആരെങ്കിലും പണിയെടുക്കണം അതിന്റെ പുറകില്. എന്താ ഞാൻ പണിയെടുക്കുന്നില്ല. ഫാമിലി സ്റ്റാർ തന്നെ. അല്ലാന്ന് സംശയമുണ്ടോ? ഞാൻ തിരിച്ചു നോക്കി എന്തിടും. എനിക്കൊരു കാലം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു 10ാം ക്ലാസ് പ്ലസ് ടുലൊക്കെ എന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തുക്കൾ പോലല്ല, ഞാൻ പ്ലസ് ടുവിനൊക്കെ പ്ലസ് 1 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലുള്ള പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരുണ്ട് എന്റെ കോളനിയിലും ഫ്ലാറ്റിലൊക്കെ ചെന്നൈയിലുള്ള സമയത്ത്. അവരുടെ വീട്ടിൽ അവരുടെ അമ്മമാര് പറയായിരുന്നു, എന്തിനാണ് ചെന്തി ചെക്കൻ്റെ കൂടെ നടക്കുന്നത് എന്നെ കുറിച്ച്. ഇന്ന് അതാണ് എനിക്കത് പെട്ടെന്ന് ആ ഓർമ്മകളിലേക്ക് ഞാൻ പോയി. കാരണം അങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരു മനുഷ്യനായിരുന്നു എന്നെ. ഞാൻ ഇന്നൊരു ഫാമിലി സ്റ്റാർ ആയില്ലേ.
പക്ഷെ ഒരു താരത്തിന്റെ ജാടയൊന്നും ഇല്ലാതെ അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സ്റ്റാർ ഇടാൻ തോന്നുന്നു പറഞ്ഞോ. ഇല്ല വിഷമിക്കണ്ട, മോൻ പറഞ്ഞോ. ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദിലീപ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു പേര് ഇപ്പൊ അവരവിടെ ഇല്ലേ? ഇവര് കഴിഞ്ഞ നമുക്കിപ്പം പണ്ട് സത്യൻ സാറ് അങ്ങനെ കുറെ ഇപ്പം നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ അവരൊക്കെ നിൽക്കുമല്ലേ? അടുത്ത വേണ്ടേ? അവിടത്തേക്ക് വെയിറ്റ് ചെയ്യുവാ ഞങ്ങൾ. അവിടെ ഒരു വരവ് ഞങ്ങൾ മീൻസ് ഞാൻ ഇങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ വയസ്സായിട്ടുണ്ടാവും. അപ്പൊ കവിയർപ്പനമ്മ ചേച്ചിയപ്പോൾ ആരെങ്കിലും വേണ്ടേ? ഉണ്ണീന്ന് വിളിക്കാൻ വിളിക്കുമ്പോ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മറ്റേ ആ പടം ഉണ്ടല്ലോ ശബ്ദമുണ്ടല്ലോ, ശരിക്കും ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും നീട്ടി ഞാൻ വിളിക്കും. ഉണ്ണി വിളിച്ചിട്ടുണ്ട് നമ്മൾ ഒരെണ്ണത്തില്. എനിക്കൊന്ന് ഇൻഡസ്ട്രിയിലെ ധ്യാൻ ചേട്ടനെ ധ്യാനിട്ടാന്ന് വിളിക്കുന്ന ഒരാള് ചേച്ചി മാത്രം. ആരോടൊക്കെ വിളിക്കുന്നു ഇത് കേട്ടിട്ട് ഇപ്പൊ എല്ലാരും കോപ്പറേറ്റ് കൊടുക്കണം കേട്ടോ. കോപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. എന്റെ പേര് എന്റെ അവകാശം. ഇപ്പൊ 1-2 പേരുടെ ഇതിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോ ധ്യാനോട്ടൻ എന്നൊക്കെ. അപ്പൊ എന്തായാലും സിനിമ ഇറങ്ങാൻ പോവാണ്. എല്ലാ വെള്ളിയാഴ്ചകളും ധ്യാനൂട്ടിന് സ്വന്തം എന്ന് പറയുന്ന പോലെ ധ്യാനൂട്ടിന് സ്വന്തം ധ്യാനൂട്ടിന് സ്വന്തം എന്ന് പറയുന്ന പോലെ അപ്പൊ വലിയ വലിയ ഹിറ്റുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഐഡിയ എന്ന സിനിമ ഇറങ്ങുമ്പോഴേക്കും പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇറങ്ങാൻ വന്ന് കാണാൻ വന്ന് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അത് ആരോടും പറയും. സിനിമയെ പറ്റി വരുമ്പോ ഞങ്ങള് മറ്റേ അലമ്പ് സിനിമയെ കുറിച്ച് പറയുമ്പോ അല്ല ഈ അലമ്പ് ഒന്നിച്ചൊരു സിനിമ രസമായിരിക്കും. ഉറപ്പല്ലേ? നമ്മള് വെയിറ്റിംഗ് ആണ്. ഇത് ഓക്കെ പറയട്ടെ, അങ്ങനെ ഒരു കോമ്പോയിൽ വർക്കാട്ടെ. നമ്മള് ഭയങ്കര ഡ്രീമാണ്. ഇതിലേക്ക് പോയി അടുത്ത കഥയിൽ ഞങ്ങളെ ആക്കിയാലോ എന്ന് ആലോചിച്ചിരുന്നു. അത് നമുക്ക് ആലോചിക്കും. ഇത് പറയപ്പാതി തീർച്ചയായിട്ടും കാണാം. കാരണം ഇന്നത്തെ ഫാമിലീസ്, ഇന്നത്തെ നടക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികളും അവരെല്ലാം അഭിമുഖീകരിക്കുന്ന വിഷയമാണ് പടം അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പടം വർക്കായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നത് പടം നല്ലൊരു ക്ലൈമാക്സും ഉടനെ കാണുക, ശ്രമിക്കുക. തീർച്ചയായും. അപ്പം സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ. എത്ര 50 കോടി 100 കോടിയൊക്കെ കയറുന്ന പോലെ കൊച്ചുപടമാണ്. ആ സിനിമ ഓടുന്നില്ല കൊച്ചോട്. എന്തായാലും സക്സസ്ഫുൾ ആവട്ടെ എല്ലാ സിനിമകളും. ഇപ്പം ഒരു ആദ്യത്തെ സംരംഭമാണെന്ന് പറഞ്ഞു. ഇനി 100 സംരംഭങ്ങൾ ചെയ്യാൻ ഇടവരട്ടെ. സ്വന്തം പേര് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഇടവരട്ടെ. ഞാൻ ചേട്ടാ ഒരു 100 കോടി കയറട്ടെ. ഒരു 100 കോടി. അപ്പം അങ്ങനെ നടക്കട്ടെ. ഞങ്ങൾക്ക് തുടക്കം കുറിച്ച ഈ ഇതൊരു വൻ വിജയമായി തീരട്ടെ. വിജയം വന്നിട്ട് ഞങ്ങൾക്ക് പേയ്മെന്റ് തരണം. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പം താങ്ക് യു. ഓക്കെ.